ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്ലാസ് ഇലക്ട്രോണിനെ പറ്റിയിട്ട് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? കലോമിൻ ഇലക്ട്രോണിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന് മുന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ SHE പറ്റിയിട്ട് പഠിച്ചു, അല്ലെ? ഹൈഡ്രജൻ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ എല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് റഫറൻസ് ഇലക്ട്രോണിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗ്ലാസ് ഇലക്ട്രോഡ്. അവസാനത്തെ റഫറൻസ് ഇലക്ട്രോൺ ആണ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് pH വാല്യൂ തന്നെയാണ്. അവിടെ എന്താ pH വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഗ്ലാസ് ഇലക്ട്രോഡ്? നമ്മൾ കലോമിൻ ഇലക്ട്രോഡ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത് കലോമിൻ ഇലക്ട്രോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കലോമിൻ ഇലക്ട്രോഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ടേമിനാണ് ഗ്ലാസ് ഇലക്ട്രോഡ്. റൈറ്റ് സൈഡിലത്തെ പാർട്ടാണ് ഗ്ലാസ് ഇലക്ട്രോഡ്. അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് നമുക്ക് എന്താന്ന് നോക്കാം. ഗ്ലാസ് ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എന്താണത്? ഗ്ലാസ് ട്യൂബ്, അല്ലെ? അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. ആദ്യം പറയേണ്ടതാണ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ അതിനെന്താണുള്ളത്? ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഗ്ലാസ് ഇലക്ട്രോഡ് ഇതിട്ടോ. ഗ്ലാസ് ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. then it contain അതിന്റെ അകത്ത് എന്താണ് നമുക്ക് നോക്കാം. it contain പ്ലാറ്റിനം വയർ ആണ് കേട്ടോ. ഇതിന്റെ അകത്തുള്ളത് പ്ലാറ്റിനം വയർ ആണ്. പ്ലാറ്റിനം വയർ, അല്ലെ? അതേപോലെ എന്തുണ്ട്? 1 മോളാർ സൊല്യൂഷൻ ഓഫ് H+ കണ്ടിട്ടുണ്ടോ? കാണുന്നുണ്ടല്ലോ. 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് H+ എന്ന് പറയുമ്പോൾ ആസിഡ് ആണ്, അല്ലെ? അപ്പൊ എന്താണ് ഗ്ലാസ് ഇലക്ട്രോഡിൽ എന്താണ്? ഒരു ഗ്ലാസ് ബൾബാണ്, ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ട്? 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് അൻ ആസിഡ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ഇറക്കി വെച്ചിട്ടുണ്ട്? പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഗ്ലാസ് ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ്. ഇറ്റ് കണ്ടെയ്ൻസ് ആ ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ്? പ്ലാറ്റിനം വയർ ഇൻ 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് ഓർ H+ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എന്താണ്? പ്ലാറ്റിനം വയർ ഇൻ 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ്. ഈ പ്ലാറ്റിനം വയറിന്റെ ഒന്നുമില്ല, ഒന്നിക്കൽ അല്ലെങ്കിൽ എന്ത് വന്നാൽ മതി? Ag വന്നാൽ മതി. എന്താണ്? സിൽവർ കോട്ടഡ് വിത്ത് AgCl. പ്ലാറ്റിനം വയറിന് പകരം സിൽവർ കോട്ടഡ് വിത്ത് AgCl ആയാലും മതി. രണ്ടും ഉണ്ടാവില്ല, ഏതെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് ഏതാ സൗകര്യം വെച്ചാൽ പഠിക്കാം. എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് പ്ലാറ്റിനം വയർ ഇൻ 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് എന്ന് പറയാ. അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ സിൽവർ വയർ കോട്ടഡ് വിത്ത് AgCl ആൻഡ് ഡിപ്ഡ് ഇൻ എത്ര? 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആസിഡ്. ആ രീതിയിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും വെച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഞാൻ ഇവിടെ പ്ലാറ്റിനം വയറിന്റെ കേസേ പറയുന്നുള്ളൂ. നിങ്ങൾ രണ്ടും എഴുതിയിട്ട് തെറ്റി. പ്ലാറ്റിനം വയറിൻ 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ആൻ ആസിഡ് അല്ലെങ്കിൽ അതാണ് ഏതിന്റെ അകത്തുള്ളത്? ഗ്ലാസ് ട്യൂബിന്റെ അകത്ത് ഉള്ളത്, അല്ലേ? നെക്സ്റ്റ്, ആൻഡ് ദ അൺനോൺ സൊല്യൂഷൻ. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? pH അവിടെ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കും. ഇത്ര ഗ്ലാസ് ഇലക്ട്രോണിനെ പറ്റി പറയണ്ട, അല്ലെ? കലോമിൻ ഇലക്ട്രോഡ് പോലെ അത്ര ഡീറ്റെയിൽ ആയിരുന്നില്ല. ഇത്രയും ഗ്ലാസ് ഇലക്ട്രോഡ് ഉള്ളൂ. ആൻഡ് ഹിയർ ദ അൺനോൺ സൊല്യൂഷൻ, അല്ലെ? ഇനി എന്താണ്? ബീക്കർ ഉണ്ട്. അതിന്റെ അകത്ത് എന്താണ്? ഒരു അൺനോൺ സൊല്യൂഷൻ. അതിന്റെ pH ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, then the unknown solution. ഇവിടെ unknown solution, അല്ലെ? unknown solution വെച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ വേറെ വേർഡ് എന്താണ്? the solution. ഞാൻ SO എഴുതുന്ന സൊല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ആയി എഴുതിയുള്ളൂ. നിങ്ങൾ സൊല്യൂഷൻ തന്നെ എഴുതി ശീലിക്കുക. then the unknown solution, that is the solution whose pH is to be determined. അതിന്റെ മീനിങ് എന്താ? ഏത് സൊല്യൂഷന്റെ pH ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് അതാണ് ഇത് അൺനോൺ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? അൺനോൺ സൊല്യൂഷൻ, ഹിയർ ദ അൺനോൺ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ whose pH is to be determined. അതായത് മുൻപ് പറഞ്ഞാൽ മതി. അൺനോൺ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റും, അല്ലെ? is taken, അല്ലെ? is taken in a beaker. ഓക്കെ, ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ബീക്കറിലേക്ക് നമ്മൾ എന്താ ഇറക്കി വെച്ചു? ആൻഡ് then the
ഗ്ലാസ് ഇലക്ട്രോഡ് എന്നുവെച്ചാൽ ഈ സാധനം മെയിൻ ആയിട്ട് ഇതാണ് ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇതാണ് നമ്മൾ മൊത്തത്തിൽ ഗ്ലാസ് ഇലക്ട്രോഡെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പോർഷനാണ് ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്. അതിലേക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് ആക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ട്യൂബ് ആണ് വിച്ച് കണ്ടെയ്ൻ ഗ്ലാസ് ട്യൂബ് കണ്ടെയ്ൻ വിച്ച് കണ്ടെയ്ൻ എന്താ ഉള്ളത് platinum wire in 0.1 molar solution of an acid. Okay, then at the then the here the unknown solution is taken in the beaker unknown solution unknown solution ഏതിന്റെ pH ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് അതിനെ നമ്മൾ unknown solution പറഞ്ഞു. unknown solution is taken in the glass beaker എടുത്തു. then the glass tube എന്ന് പറയുന്ന ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയും. ഗ്ലാസ് ഇലക്ട്രോഡ് ഓർ ഗ്ലാസ് ട്യൂബ് രണ്ടാലും കുഴപ്പമൊന്നുമില്ല. is dipped in the beaker. ഇതിലേക്ക് അൺനോൺ സൊല്യൂഷൻ എടുത്ത ബീക്കറിലേക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബിനെ നമ്മൾ ഇറക്കി വെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ രണ്ട് സെല്ലായി. then for determining the pH നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് അൺനോൺ സൊല്യൂഷൻ എടുത്തിട്ടുള്ളത് അൺനോൺ സൊല്യൂഷൻ ഗ്ലാസ് ഇലക്ട്രോഡ് അല്ലെ. അൺനോൺ സൊല്യൂഷൻ നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ ആക്കി എടുത്തിട്ടുള്ളത് ക്ലാസ് ഇലക്ട്രോഡ് ആണ് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണ് unknown solution whose pH is to be determined is taken in the beaker. അത് ഓക്കെ, ഈ പോയിന്റ് പ്രശ്നമില്ല, ചെറിയ കൺഫ്യൂഷൻ ആവാറുണ്ട്. and then the glass tube എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഗ്ലാസ് ട്യൂബ് ഈസ് dipped in it അല്ലെ. അപ്പൊ അതിന്റെ മൊത്തത്തിൽ ഗ്ലാസ് ഇലക്ട്രോഡെ കൺസിഡർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് ട്യൂബ് പ്ലസ് ബീക്കർ, ഗ്ലാസ് ട്യൂബും ബീക്കറും ചേർന്ന സംവിധാനത്തിനെ നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡായി കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫോർ ഡിറ്റർമിനിങ് ദ pH എന്തായി നമ്മള് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഈ സാധനം. ഓക്കെ, ഇത് ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് എന്ത് ചെയ്യുന്നു നമ്മള് ഈസ് connected with or coupled with ഏതൊരു കപ്പിൾ ചെയ്യുന്നു ഈ സാധനം ഓൾറെഡി നമ്മൾ പഠിച്ചല്ലോ. ഗ്ലാസ് ഇലക്ട്രോഡ് ഈസ് coupled with or connected with കലോമൽ ഇലക്ട്രോഡ്. കലോമൽ ഇലക്ട്രോഡായിട്ട് നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് pH ഡിറ്റർമിനേഷന്റെ നമുക്ക് വേർഡ്സിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ സെൽ ഈസ് ഈക്വൽ ടു അതേപോലെ തന്നെ ഈ സെൽ കൂടെ കിട്ടുമല്ലോ ഓൾട്ടിമേറ്റിൽ കിട്ടും. നമുക്കറിയാം ഈ സെൽ ഈക്വൽ ടു ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സെൽ ഈക്വൽ ടു ഈ കാത്തോഡ് എന്ത് തന്നെയാണ് കലോമൽ തന്നെയാണ് കേട്ടോ. ഈ കലോമൽ മൈനസ് ഈ ആനോഡ് ഇപ്പൊ കണ്ടിട്ടുള്ളത് ഒന്ന് കലോമൽ ഇലക്ട്രോഡാണ്, മറ്റേ ഗ്ലാസ് ഇലക്ട്രോഡാണ്. ആനോഡ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ഗ്ലാസ് ഇലക്ട്രോഡാണ്. ഈ ഗ്ലാസ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഗ്ലാസ് ഈ ഗ്ലാസ് പറയുമ്പോൾ ഗ്ലാസ് ഇലക്ട്രോൺ ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കലോമിനേറ്റർ പഠിച്ചോണ്ടല്ലോ 0.2422 ഈ ഗ്ലാസ് ഓഫ് ഈ ഗ്ലാസ് ഈസ് ഈക്വൽ ടു E0 ഗ്ലാസ്. അത് വാല്യൂ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ പഠിക്കുന്നില്ല, ആഡ് ചെയ്താണ്. ഈ ഗ്ലാസ് ഈസ് ഈക്വൽ ടു E0 ഗ്ലാസ് പ്ലസ് 0.059 into pH. ഇതാണ് ഈ ഗ്ലാസിന്റെ വാല്യൂ. ഈ ഗ്ലാസ് പറയുമ്പോൾ E0 ഗ്ലാസ് പ്ലസ് 0.059 into pH. നെക്സ്റ്റ് ഈ സെൽ ഈസ് ഈക്വൽ ടു 0.2422 അല്ലേ. ഈ മൈനസ് രണ്ടെണ്ണം കോമൺ ആണല്ലോ അല്ലെ. E0 മൈനസ് ആണ്, മൈനസ് അതിന്റെ അകത്തേക്ക് എടുത്താൽ വരും മൈനസ് E0 ഗ്ലാസ് മൈനസ് 0.059 into pH. അത് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ അല്ല മാത്സ് അറിയാൻ എല്ലാ കുട്ടികളും ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. അതിന് വാല്യൂ നമുക്ക് പഠിച്ചു നോക്കണ്ടു. നെക്സ്റ്റ് ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് ടേമിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനാ മൈനസ് അല്ല ഇതിനെ പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ടേമിനെ ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. എപ്പോ എന്താവും ഈ ടേമിനെ മാത്രം ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. ഇതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നു. ഈ സെല്ലിനെ ഞാൻ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കിയേ, ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്നേ. അപ്പൊ എന്തായി
0.059 into pH. നിങ്ങൾക്ക് ഏത് രീതിയിൽ കണ്ടുപിടിക്കാം. നമുക്ക് അവിടെ അൾട്ടിമേറ്റ് എയിം pH കണ്ടുപിടിക്കാം. വേറെ ഒന്നുമില്ല, നമുക്ക് ഏത് രീതിയിലൂടെ അതിനെ കണ്ടുപിടിക്കാം. That is 0.059 into pH കൊണ്ടുവരും മൈനസ് പ്ലസ് ആയി c equal to 0.2422 minus E0 glass. E0 glass ഈ സെല്ല് അപ്പുറത്തേക്ക് എടുക്കുന്നത് നമ്മൾ ഈക്വൽ അപ്പുറത്തേക്ക് എന്താവും മൈനസ് ഈ സെല്ല് ഇനി pH ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. pH equal to എന്താണ് ഇതിനെ ഡിവൈഡ് ബൈ ഇപ്പുറത്തേക്ക് ഡിവൈഡ് ആവും അല്ലേ, ഇൻടു ആണ് അപ്പുറത്തേക്ക് ഡിവൈഡ് ബൈ ആവും. that is pH is equal to 0.2422 minus E0 glass അല്ലേ, E0 glass minus E cell ഒന്നുമില്ല, അതല്ലാതെ ഇതേ സാധനം തന്നെയാണ് ഈ സെല്ല് അല്ലേ, ഡിവൈഡഡ് ബൈ 0.059 അല്ലേ. ഇതാണ് determination of pH by using glass electrode. ഇത്രയേ ഉള്ളൂ, ഇത് സിമ്പിൾ ആണ്, ഇതിൽ കിട്ടുന്നില്ല. ഇനി ബൈഹാർട്ട് പഠിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ് ഈസ് മോർ അഡ്വാൻറ്റേജസ് അല്ലേ, ഇറ്റ് ഹാവ് മോർ അഡ്വാൻറ്റേജ് ദാൻ ദാറ്റ് ഓഫ് കനോമൽ ഇലക്ട്രോഡ്. കനോമൽ ഇലക്ട്രോഡിനെക്കാളും അഡ്വാൻറ്റേജസ് കൂടുതലാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഹെഡിങ് ആയിട്ട് എഴുതാം അഡ്വാൻറ്റേജസ്. ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ്. എന്തായാലും ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ കനോമൽ ഇലക്ട്രോഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോർ ആക്യുറേറ്റ് ആണ്. ആൻഡ് നോട്ട് ഈസിലി പോയിസൺഡ്. നോട്ട് ചെയ്തോ, നോട്ട് ഈസിലി പോയിസൺഡ്. നോട്ട് ഈസിലി പോയിസൺഡ് സ്പെല്ലിംഗ് ഇതാണ്, നോട്ട് ഈസിലി പോയിസൺഡ്. നോട്ട് ഈസിലി പോയിസൺഡ് എന്ന് പറയുമ്പോൾ എന്താ, പോയിസൺ ആവുന്നല്ല, നോട്ട് ഈസിലി പോയിസൺഡ് പറയുമ്പോൾ എളുപ്പത്തിൽ നശിച്ചു പോകുന്നില്ല. കനോമൽ ഇലക്ട്രോഡ് എന്താണ് അവിടെ മെർക്കുറിയിലെ ഉള്ളിലോട്ട് കുറച്ച് വേഗത്തിൽ നശിച്ചു പോകും. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ്? ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ആൻഡ് നോട്ട് ഈസിലി പോയിസൺഡ്. അത് രണ്ടുമാണ് ഇതിന്റെ ഗ്ലാസ് ഇലക്ട്രോഡിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരും. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോഡ്സ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ SHE പഠിച്ചു കഴിഞ്ഞു, കനോമൽ ഇലക്ട്രോഡ് പഠിച്ചു കഴിഞ്ഞു, ഗ്ലാസ് ഇലക്ട്രോഡ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിന് എന്താണ് ഫിഗർ ഞാൻ പറഞ്ഞു, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ ഇല്ലാതെ ഒരിക്കലും നമുക്ക് മാർക്ക് കിട്ടില്ല. ഒരു 5 മാർക്കിന്റെ ഡെറിവേഷൻ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. Explain the determination of pH by using കനോമൽ ഇലക്ട്രോഡ് or glass electrode എന്നുള്ള ആ പോർഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ചിട്ട് ഇക്വേഷൻ മീൻസ് പ്രിപ്പയർ ചെയ്യുക. അല്ലാണ്ട് നമ്മളിപ്പോൾ 10 മാർക്കിന് ചോദിക്കുക വേണമെങ്കിൽ കനോമൽ ഇലക്ട്രോഡിന്റെ പോർഷൻ, അതേ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം. നമ്മൾ നോട്ട് തരുന്ന ഒരു നോട്ടായിരിക്കും. 10 മാർക്കിന് കഴിഞ്ഞ് 3 മാർക്കിന് ടീച്ചേഴ്സ് തരുന്ന ഒരു നോട്ടായിരിക്കും അല്ലെ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് എന്താണ് 3 മാർക്കിന് 10 മാർക്കിന് 3 മാർക്കിന് 10 മാർക്കിന് ഒരുപോലെ എഴുതിയാൽ നമുക്കൊരു ബുദ്ധിമുട്ടാവും. നമുക്ക് സമയത്തിന്റെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 10 മാർക്കിന് എഴുതുന്ന ക്വസ്റ്റ്യൻ 10 മാർക്കിന് ആ പോയിന്റ് വൈസ് എഴുതാം. 3 മാർക്കിന് ഉണ്ടെങ്കിൽ ചുരുക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെല്ല് നോക്കുക. ഇവിടെ ലിഥിയം സെൽ, നമുക്ക് ചാപ്റ്ററിലോട്ട് സെല്ല് പറയുന്നത്. സെല്ല് പറയുമ്പോൾ ബാറ്ററി, ലിഥിയം സെൽ എന്ന് പറഞ്ഞ ബാറ്ററി പറയുന്നത്. ഫ്യൂവൽ സെൽ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മളെ സിലബസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയ കാര്യം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ലിഥിയം സെൽ എന്ന് പറഞ്ഞ ഒരു സെല്ല് നമുക്ക് പഠിക്കണം. ലിഥിയം സെൽ ബാറ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെല്ല് പഠിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ മീൻസ് ഇവിടെ +2 ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് സെല്ല്, മീൻസ് എത്ര ടൈപ്പ് സെല്ല് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ബാറ്ററി. This is an example for secondary battery. Secondary battery means എന്താണ് ഓർമ്മയുണ്ടല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററി. രണ്ട് ടൈപ്പ് ബാറ്ററി ഉള്ളത്. ദേ ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ബാറ്ററി. ഓക്കെ, പ്രൈമറി ബാറ്ററി പറയുമ്പോൾ എന്താ, ഇറ്റ് ക്യാൻ നോട്ട് ബി റീയൂസ്ഡ് ഓർ റീചാർജ്ഡ്. റീയൂസും റീചാർജും ചെയ്യാൻ പറ്റാത്ത ബാറ്ററി നമ്മൾ പറയുന്നതാണ് പ്രൈമറി ബാറ്ററി. അത് നമ്മൾ ടോർച്ചിൽ ബാറ്ററി എന്താ ചെയ്യാൻ, നിങ്ങൾ ഉപയോഗം കഴിഞ്ഞപാടെ നമ്മൾ വലിച്ചെറിയും. ഓക്കെ, അത് നമ്മൾ ചെയ്യാം, അത് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുമോ? ഇല്ല. അത്തരം ബാറ്ററിയാണ് പ്രൈമറി ബാറ്ററി. സെക്കൻഡറി ബാറ്ററി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ബാറ്ററി,
ഇൻവെർട്ടർ അങ്ങനത്തെ ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അതിനെ റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരം ബാറ്ററി നമ്മൾ സെക്കൻഡറി ബാറ്ററി റീചാർജബിൾ ബാറ്ററി കുറിച്ചാണ്. സെക്കൻഡറി ബാറ്ററി ആ റീചാർജബിൾ ബാറ്ററീസ് അല്ലേ. ലിഥിയം സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ബാറ്ററി. ആദ്യത്തെ പോയിന്റ് അതെ, ലിഥിയം സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ബാറ്ററി or secondary cell. Okay, next one. Here anode is lithium CO, now cobalt O2 oxygen. അപ്പോൾ ഒന്ന് ചേർത്ത് വെച്ചാൽ ലിഥിയം കോബാൾട്ട് ഓക്സിജൻ. ഓക്സിജൻ എന്ന് വായിക്കോ നമ്മൾ സാധനം ഓക്സൈഡ് അല്ലേ. ലിഥിയം എഴുതണേ വേർഡ്സിൽ എഴുതി വെച്ചോട്ടോ. ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് ആക്ട് ആസ് ആനോഡ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഹിയർ in lithium cell lithium cobalt oxide act as anode. അതൊരു പോയിന്റ് അണ്ടറിൽ തന്നെയാണ്. കാഥോഡ് ഈസ് ഗ്രാഫൈറ്റ്. കാഥോഡ് എന്താണ്? ഗ്രാഫൈറ്റ് ആണ് എന്തായി ആക്ട് ചെയ്യുന്നത്? കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാഫൈറ്റ് ആക്ട് ആസ് കാഥോഡ്. ഇനി എന്താ വേണ്ടത്? ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് പറയുമ്പോൾ സാൾട്ട് ഓഫ് ലിഥിയം in an organic solvent. ലിഥിയത്തിന്റെ സാൾട്ട് ഏതില്? ഒരു ഓർഗാനിക് സോൾവെന്റ് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഏതെങ്കിലും ലിഥിയത്തിന്റെ സാൾട്ട് ആ ലിഥിയത്തിന്റെ സാൾട്ടായി ആക്ട് ചെയ്യുന്നതാണ് ലിഥിയം ഫോസ്ഫറസ് ക്ലോറൈഡ് എന്ന സാധനം LiPF6. അത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, അതാണ് ഒരു സാൾട്ട് ഓഫ് ലിഥിയം. അതന്നെയാവുന്നില്ല. ലിഥിയത്തിന്റെ ഒരു സാൾട്ട് ഏതിന്റെ പ്രസൻസിൽ? ഓർഗാനിക് സോൾവെന്റിന്റെ പ്രസൻസിലാണ് വന്നാൽ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയി. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഹിയർ ആനോഡ് ഈസ് ലിഥിയം കോബാൾട്ട് ഓക്സൈഡ്. കാഥോഡ് ഈസ് കാഥോഡ് ഗ്രാഫൈറ്റ് അല്ലേ. അല്ലെങ്കിൽ എന്താ പറയാ? ഹിയർ ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് ആക്ട് ആസ് ആനോഡ് ഗ്രാഫൈറ്റ് ആക്ട് ആസ് കാഥോഡ് ആൻഡ് salts of lithium in an organic solvent act as electrolyte. അതൊരു ഒറ്റ പോയിന്റ് ആണ്. ഒരു മാർക്ക് ഒരു പോയിന്റ് ആണ്, ഒറ്റ പോയിന്റ്. ആനോഡ് എന്താണ്? കാഥോഡ് എന്താണ്? ഇലക്ട്രോലൈറ്റ്. അതൊന്നും കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആനോഡ് ഹൈഫൺ ഇട്ടിട്ട് ലിഥിയം കോബാൾട്ട് ഓക്സൈഡ്, കാഥോഡ് ഹൈഫൺ ഇട്ടിട്ട് ഗ്രാഫൈറ്റ്, ഇലക്ട്രോലൈറ്റ് ഹൈഫൺ ഇടുക. എന്നിട്ട് എന്ത് എഴുതാ? സാൾട്ട് ഓഫ് ലിഥിയം ഇൻ ആൻ ഓർഗാനിക് സോൾവെന്റ്. അങ്ങനെ എഴുതിയാലും മതി, സിമ്പിൾ ആയിട്ട് നമുക്ക് മതി. നമുക്ക് ഇവിടെ വേർഡ്സിനൊന്നും കെമിസ്ട്രിയിൽ പ്രാധാന്യമൊന്നുമില്ല, നിങ്ങൾക്ക് അത് റെപ്രസെന്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് അറ്റ് ആനോഡ്. നമുക്ക് ആദ്യം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. അറ്റ് ആനോഡിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ആനോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് ആനോഡ്. ലിഥിയം CO2 അല്ലേ. ലിഥിയം കോബാൾട്ട് ഓക്സൈഡ് ആനോഡിലൊക്കെ എന്താ നടക്കുന്നത്? എല്ലാവർക്കും അറിയാലോ. അറ്റ് ആനോഡ് വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്? Oxidation reaction takes place. What do you mean by oxidation? It is the removal of electrons. അവിടുന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ Li ആണ് അല്ലേ. അതേപോലെ തന്നെ Li എന്താണ്? പ്ലസ് ചാർജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Li പ്ലസ് ഫോം ചെയ്യും. നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടുന്ന് മാക്സിമം നമുക്ക് ലിഥിയത്തിൽ ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ശ്രദ്ധിക്കേണ്ട ഈ Li മൊത്തം എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? Li പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് Li കൺവേർട്ടഡ് ഇൻടു Li പ്ലസ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഫുൾ ഒരു Li ഉള്ള Li മൊത്തം കൺവേർട്ട് ചെയ്യില്ല. അതിന് എക്സ് ശ്രദ്ധിക്കണേ, എക്സ് ഭാഗം ശ്രദ്ധിക്കണേ പറഞ്ഞത് എക്സ് ഭാഗം എന്തായി കൺവേർട്ട് ചെയ്തു? Li പ്ലസ് ആയി കൺവേർട്ട് ചെയ്തു. നമുക്ക് ഇവിടെ 1 ഉണ്ട്. 1 എക്സ് Li പ്ലസ് ഫോം ചെയ്യും. ശ്രദ്ധിക്കണം, പ്ലസ് എത്ര ഉണ്ടാവും? എക്സ് ഇലക്ട്രോൺ അല്ലേ. അപ്പൊ 1 എന്നല്ല നമ്മൾ പറയുന്നത്, ഇവിടെ എക്സ് ഇലക്ട്രോൺ. എത്ര ഭാഗം അവിടുന്ന് പോകുന്നുണ്ട് നമുക്ക് അറിയില്ല. ഇവിടെ 1 പോകുന്നുണ്ടെങ്കിലോ ഒരു Li പ്ലസ് മൊത്തം പോകുന്നുണ്ട് എന്തായി? എക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ് അല്ലേ. എക്സ് Li പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ. ആ മൊത്തം കൺവേർട്ട് ചെയ്തു എന്ന് അറിയാത്തതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? എക്സ് Li പ്ലസ് പ്ലസ് എക്സ് ഇലക്ട്രോൺ. ഓക്കെ, എക്സ് ഭാഗേ പോകുന്നുള്ളൂ നമ്മൾ ഇമാജിൻ ചെയ്തു. എക്സ് Li പ്ലസ് ഉണ്ടായി. പ്ലസ് പ്ലസ് എന്താ ബാക്കിയുള്ള Li1 CO2 നമ്മുടെ കയ്യിലുണ്ടായത്. ആ Li1 ശ്രദ്ധിക്കണം എത്ര ഭാഗം പോയി?
എക്സ് ഭാഗം പോയി. L1 നിന്ന് എക്സ് ഭാഗം പോയാൽ ബാക്കി എത്ര ഉണ്ട് അവിടെ? ഒന്നുണ്ടാ. ഒന്നിന്ന് എക്സ് ഭാഗം പോയി. ഒന്ന് എക്സ് ഭാഗം പോയാൽ ബാക്കി എത്ര ഉണ്ട്? L1 മൈനസ് എക്സ് അല്ലേ? അപ്പൊ ബാക്കിയുള്ള അവിടെ പ്ലസ് എന്താണുള്ളത്? Li പ്ലസ് Li എത്രയാണ്? 1 മൈനസ് എക്സ്. Li 1 മൈനസ് എക്സ് ഇൻറ്റു ഇൻറ്റു അല്ല Li 1 മൈനസ് എക്സ് CO2. ഒന്ന് സെർച്ച് ചെയ്യാറില്ല. നമ്മളുള്ളത് Li CO2 എന്ന് പറഞ്ഞാൽ ഇതാണുള്ളത്, കോമ്പൗണ്ട് ആണുള്ളത് അല്ലെ? Li CO2 എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് നമ്മൾ പറഞ്ഞത് എന്തായി ആക്ട് ചെയ്യുന്നത്? ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോർഷൻ അതാണ് അല്ലെ? ആ ലിഥിയം കൊബാൾട്ട് ഓക്സൈഡിന് എത്ര ഭാഗം പോകുന്നത് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്? XLi പ്ലസ് പോയി. ബാക്കി XLi പ്ലസ് പോകുന്ന സമയത്ത് പ്ലസ് ചാർജിന് കറസ്പോണ്ടിങ് X ഇലക്ട്രോൺ ഉണ്ടായി. അതേപോലെ തന്നെ ഇവിടുത്തെ എക്സ് ഭാഗം പോകുന്ന സമയത്ത് ബാക്കിയുള്ളത് എത്രയാ? 1 മൈനസ് എക്സ് ആണ്. ദാറ്റ് ഈസ് Li 1 മൈനസ് എക്സ് CO2 അല്ലേ? ഇതാണ് ആനോഡ് നടക്കുന്ന റിയാക്ഷൻ. ഇനി അറ്റ് കാഥോഡ് നോക്കാം. അറ്റ് കാഥോഡായി ആക്ട് ചെയ്യുന്നത് എന്താ? കാഥോഡായി ആക്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് അല്ലേ? അപ്പൊ ഗ്രാഫൈറ്റ് എത്രയുണ്ട് അവിടെ? 6 ഗ്രാഫൈറ്റ് പറഞ്ഞാൽ കാഥോഡാണ്. സോറി, കാർബൺ ആണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? കാഥോഡ് റിഡക്ഷൻ ആണ്. അപ്പൊ 6C ഗ്രാഫൈറ്റ് ആയ ആക്ടൻസ് ആണ്. പ്ലസ് ഇവിടെ വരുന്നത് XLi പ്ലസ് X ഇലക്ട്രോൺ. ഈ രണ്ട് സാധനങ്ങൾ കമ്പൈൻ ചെയ്യും. 6C പ്ലസ് XLi പ്ലസ് X ഇലക്ട്രോൺ ഗീവ്സ് എന്താ ഫോം ചെയ്യാൻ നമുക്ക്? X പ്ലസും X മൈനസും ചാർജ് ക്യാൻസൽ ആവും അല്ലേ? ബാക്കിയുള്ള ഇവിടെ എത്രയാ? കാർബൺ ആണ് LiX അല്ലേ? ഇപ്പൊ കിട്ടുന്ന സാധനം LiX-C6. ഈ കോമ്പൗണ്ട് ആണ് നമുക്ക് കാഥോഡ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് തെറ്റാനുള്ള ഇവിടെ ശ്രദ്ധിക്കണമായിരുന്ന സാധനം Li1 CO2 ആണത്. അവിടെ നിന്ന് പോകുന്നത് എത്രയാ? X ഭാഗം X Li പ്ലസ് ആയി മാറി. അപ്പൊ XLi പ്ലസ് X ഇലക്ട്രോൺ പ്ലസ് ബാക്കി റിമൈനിങ് പോർഷൻ ആയിട്ട് വരുന്നത് Li എത്രയാണത്? X ഭാഗം പോയാൽ എത്രയാണ്? 1 മൈനസ് എക്സ് ഉണ്ട്, CO ഉണ്ട്, O2 അല്ലേ? ഇത്രയും സംശയമുള്ളൂ. X പോയി ബാക്കി എവിടെയുള്ള 1 മൈനസ് എക്സ് അല്ലേ? ഇതാണ് ഈ കോമ്പൗണ്ട്. നെക്സ്റ്റ് ടോട്ടൽ റിയാക്ഷൻ ആയിരിക്കും. ടോട്ടൽ റിയാക്ഷൻ ഇത് ഡ്യൂറിങ് എന്താണ്? ഡിസ്ചാർജിങ് ആണ്. ദിസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ഡിസ്ചാർജിങ്. ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്തുള്ള റിയാക്ഷൻ ആണ് ടോട്ടൽ റിയാക്ഷൻ. എന്താണ് ടോട്ടൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ട് കൂട്ടുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്? LiCO2 പ്ലസ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്? 6C പ്ലസ് XLi പ്ലസ് X ഇലക്ട്രോൺ ഗീവ്സ് എന്താ? രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് എഴുതി. ഈ റൈറ്റ് സൈഡ് ഇവിടെ എന്താണ്? XLi പ്ലസ് X. ഇതൊന്നും ഭയം പഠിക്കണ്ട, രണ്ടും കൂടെ ചേർത്ത് എഴുതിയാണ്. പ്ലസ് Li 1 മൈനസ് എക്സ് CO2 പ്ലസ് Lix-C6. അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ത് ക്യാൻസൽ ചെയ്യാം? XLi പ്ലസ് ഉണ്ട്, XLi പ്ലസ് ഉണ്ട്. ക്യാൻസൽ ചെയ്യൂടെ? X ഇലക്ട്രോൺ അവിടെയുണ്ട്, X ഇലക്ട്രോൺ എവിടെയുണ്ട് അല്ലെ? അപ്പൊ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈമില്ല. ഇത്രേ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി വരുന്ന പോർഷൻ എന്താണ്? LiCO2 പ്ലസ് 6C gives Li 1 minus X CO2 പ്ലസ് Li6C6. Li6 അല്ല, Lix-C6. അതായത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ആനോഡിക് റിയാക്ഷൻ കാഥോഡിക് റിയാക്ഷൻ എന്ന് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ടോട്ടൽ റിയാക്ഷൻ ഒരിക്കലും നിങ്ങൾ ബയോ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആനോഡിക് റിയാക്ഷന്റെ കാഥോഡിക് റിയാക്ഷന്റെ സമ്മാണ് ടോട്ടൽ റിയാക്ഷൻ. പിന്നെ ഓർത്തോക്കേണ്ട ഒരു കാര്യം, ഒരേപോലത്തെ ടേം ഐദർ സൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേപോലത്തെ ടേം വന്നതിനെ നമ്മൾ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഓർമ്മിക്കുക. ഇത്രയാണ് നമ്മൾ ഏതിൽ പറയാനുള്ളത്? ലിഥിയം അയോൺ സെല്ലിൽ ഡ്യൂറിങ് ഏത് സമയത്ത്? ഡിസ്ചാർജ്. റീചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റീചാർജ് ചെയ്യുന്ന സമയത്ത് ഈ റിയാക്ഷൻ നേരെ എന്താവും? റിവേഴ്സ് ആവും. ഓക്കെ, നേരെ കൊണ്ടാവും. നമുക്കത് വേണമെന്നില്ല, ഡിസ്ചാർജിങ് മതിയാവും നമുക്ക്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയാം കേട്ടോ. ലിഥിയം ബാറ്ററി ഓർ ലിഥിയം അയോൺ ബാറ്ററി.
രണ്ടായാലും കുഴപ്പമില്ല. ബാറ്ററി ഒരു സെല്ല് ഇതെല്ലാം പറയാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ സിമ്പിൾ ആണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഹൈ ഡെൻസിറ്റി എനർജി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഹൈ ഡെൻസിറ്റി എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. അതിന്റെ മീനിങ് എന്താ? ഡെൻസിറ്റി കൂടുതലുള്ള എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എഫിഷ്യന്റ് ആണേ ഉള്ളൂ, നല്ല പവർ ഉള്ള എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹൈ ഡെൻസിറ്റി, അവിടെ ഡെൻസിറ്റി ഒരു മാസ് ബൈ വോളിയത്തിന്റെ മീനിങ് അല്ലേ വരുന്നത്. ഹൈ എന്നുള്ള മീനിങ് വരുന്നത് ഹൈ പവർ ഉള്ള, നല്ല എന്താണ് പവർ ഉള്ള എനർജിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി എനർജി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി എനർജി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആയിട്ട് വരുന്നത് ഓൺലി ലോ മെയിൻ്റനൻസ് ഈസ് നീഡഡ്. ലോ മെയിൻ്റനൻസ് ഈസ് നീഡഡ്. അവിടെ എന്ത് മതി? ചെറിയ മെയിൻ്റനൻസ് മതി, വലിയ എന്താണ് മെയിൻ്റനൻസിന്റെ ആവശ്യമൊന്നുമില്ല. ലോ മെയിൻ്റനൻസ് ഈസ് നീഡഡ്. ഇത് അഡ്വാൻറ്റേജസ് ആണ്. ഇനി എക്സ്ട്രാ അപ്ലിക്കേഷൻസ് പറയാം. അപ്ലിക്കേഷൻസ് ഓർ യൂസസ് എന്ന് പറയുമ്പോൾ രണ്ടിലൊന്നിനെയാണ്. അപ്ലിക്കേഷൻ ഓർ യൂസസ്. അപ്ലിക്കേഷനായി ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബാറ്ററി അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഏതിൽ ഉപയോഗിക്കുന്നത്? ലാപ്ടോപ്പ്, അതേപോലെ തന്നെ മൊബൈൽ ആൻഡ് മൊബൈൽ ഫുള്ളായില്ലേ, ഞാൻ ജസ്റ്റ് മൊബൈൽ ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ക്യാമറയിൽ ഉപയോഗിക്കുക. ഇതാണ് ഏത്? ലിഥിയം അയോൺ ബാറ്ററി അല്ലെങ്കിൽ ലിഥിയം സെല്ല് ഓർ ലിഥിയം ബാറ്ററിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു ടൈപ്പ് സെല്ല് മാത്രമേ നമ്മുടെ സിലബസിൽ ചോദിക്കുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.